വളരെ ദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ വാർത്ത. ആരാധന കഴിഞ്ഞു മടങ്ങിയ 3 ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വിശ്വാസികൾ ദാരുണമായി കൊല്ലപ്പെട്ടു. ഒറീസയിലെ കെയോജാർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട അനന്തപുരി താലൂക്കിലെ അസ്തപുര IPC സഭയിൽ ഉൾപ്പെട്ട ഒരു കുടുംബത്തിലെ 3 പേരാണ് ദുരന്തത്തിനിരയായത്. 35 വയസ്സുള്ള ജിതേന്ദർ സോറൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ 32 വയസ്സുള്ള സഹോദരി, അവരുടെ 13 വയസ്സുള്ള മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്മിത സോറൻ എന്നിവരാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. കൊടാലി കൊണ്ട് ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹങ്ങളുടെ ഭീകര ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കുവാനോ പ്രസിദ്ധീകരിക്കുവാനോ സാധ്യമല്ലാത്തതിനാൽ അത് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. കൊല്ലപ്പെട്ട ജിതേന്ദറിൻ്റെ സഹോദരന്മാരായ വൈദ്യനാഥ് സോറൻ, ലക്ഷ്മൺ സോറൻ, സുധം സോറൻ എന്നിവർ ചേർന്നാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഷ്ടപുര IPC സഭയുടെ ശുശ്രൂഷകനായ പാസ്റ്റർ സൈറൻ മുർമു പറയുന്നതനുസരിച്ച് ഞായറാഴ്ച, അതായത് ജനുവരി 18 ആരാധനയ്ക്ക് ശേഷം ജിതേന്ദറും കുടുംബവും വീട്ടിലേക്ക് മടങ്ങി. അവർ വീട്ടിലെത്തിയപ്പോൾ സഹോദരങ്ങളായ ലക്ഷ്മൺ സോറൻ, വൈദ്യനാഥ് സോറൻ, സുധൻ സോറൻ എന്നിവർ വീട്ടിൽ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇവർ തമ്മിൽ വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉണ്ടായി. ഈ സഹോദരനും കുടുംബവും ഗ്രാമം വിട്ടുപോകണമെന്ന് പറഞ്ഞാണ് തൻ്റെ സഹോദരന്മാർ വന്ന് വഴക്കുണ്ടാക്കിയത്. കഴിഞ്ഞ 1 വർഷത്തോളമായി അസ്തപുര IPC സഭയിൽ ആരാധനയിൽ പങ്കെടുക്കുകയും സ്നാനമേറ്റ ക്രിസ്ത്യാനികളാകുകയും ചെയ്ത ജിതേന്ദർ സോറനും കുടുംബത്തിനുമെതിരെ സഹോദരന്മാർ നിരന്തരം എതിർപ്പുകളുമായി വന്നിരുന്നു. പതിവ് പോലെയുള്ള ബഹളങ്ങൾ എന്നതിനപ്പുറം കുടുംബത്തെ മുഴുവൻ ഇല്ലാതെയാക്കുവാനുള്ള ഉദ്ദേശത്തോടെയാണ് സഹോദരങ്ങൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് ജിതേന്ദർ അവരുമായി സംസാരിച്ചത്. ആ സംസാരത്തിൻ്റെ അവസാനമാണ് ക്രൂരമായ കൊലപാതകങ്ങൾ അരങ്ങേറിയത്. ജിതേന്ദറും കുടുംബവും ക്രിസ്ത്യാനികളായതിൻ്റെ വിരോധമാണ് സഹോദരങ്ങളെ കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിക്കുവാൻ കാരണമായത്. ക്രിസ്ത്യാനിയായി മാറിയതോടെ ജിതേന്ദർ ഗ്രാമത്തിൽ പതിവായി നടക്കുന്ന ഭൂമി പൂജ പോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാതെയായത് സഹോദരങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. നിർബന്ധമായും ഗ്രാമം വിട്ടുപോകണമെന്നും വസ്തുവകകൾ ഉപേക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതിന് തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് സഹോദരങ്ങൾ ജിതേന്ദറിനെയും ഭാര്യയെയും അവരുടെ മകളെയും ക്രൂരമായി കോടാലികൾ കൊണ്ട് കൊലപ്പെടുത്തിയത്. സംഭവത്തെ തുടർന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് ഇട്ടിരിക്കുന്ന FIR അനുസരിച്ച് സ്വത്ത് തർക്കത്തെ തുടർന്ന് ബന്ധുക്കൾ കൂട്ടക്കൊലപാതകം നടത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവർ ക്രിസ്ത്യാനികളായതാണ് യഥാർത്ഥ കാരണമെന്ന് പറയുന്നില്ല. തന്നെയുമല്ല, ഈ സംഭവത്തിൽ ഏതെങ്കിലും ക്രൈസ്തവ വിരുദ്ധ സംഘടനകളുടെയോ ഹിന്ദു തീവ്രവാദ സംഘടനകളുടെയോ ഒന്നും സാന്നിധ്യമില്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കൊല്ലപ്പെട്ട ജിതേന്ദറിന് 2 മക്കൾ കൂടെയുണ്ട്. ഈ കൊല്ലപ്പെട്ട 13 വയസ്സുള്ള പെൺകുട്ടിയുടെ മൂത്ത ഒരു സഹോദരനും ഇളയ ഒരു സഹോദരിയുമാണുള്ളത്. ഇവരെ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഈ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് കരുതുന്നു. ഈ കുട്ടികൾ ഇപ്പോൾ സഭയുടെ സംരക്ഷണത്തിലാണ്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തെ തുടർന്ന് അസ്തപുര IPC സഭയുടെ ശുശ്രൂഷകൻ റൈസൻ മുർമുവിൻ്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങുകയും സഭയുടെ അന്തിമ ശുശ്രൂഷകൾക്ക് ശേഷം അവരുടെ തന്നെ സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്തു. ദാരുണമായ ഈ സംഭവത്തിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന IPC സഭയെയും മാതാപിതാക്കളും സഹോദരിയും നഷ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങളുടെയും ആശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ സംഭവത്തെക്കുറിച്ച് IPCയുടെ ഒറീസ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ബിജു മാത്യു നൽകിയ വീഡിയോയുടെ ക്ലിപ്പും ഇതോടൊപ്പം ചേർത്തിരിക്കുന്നത് കാണുക. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് ബിജു മാത്യു. കഴിഞ്ഞ 30 അധികം വർഷമായി നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവിൻ്റെ വേലയോൾ ബന്ധത്തിലായിരിക്കുന്നു. വിശേഷിച്ച് കഴിഞ്ഞ 14 വർഷമായി ഓസ്ട്രേലിയൻ മിഷണറി ആയിരിക്കുന്ന ഡോക്ടർ ഗ്രഹാൻ സെയിൻസിനെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും ചുട്ടുകരിക്കുകയും അവരെ അടക്കുകയും ചെയ്തതായ ഒറീസ സ്റ്റേറ്റിൻ്റെ കേഞ്ചൂർ, മയൂർഭഞ്ച് ജില്ലകളിൽ പാർത്തുകൊണ്ട് ഒറീസയുടെ 30 ജില്ലകളിലായി യാത്ര ചെയ്യുകയും കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഇവിടെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ ഈ ദിവസങ്ങളിൽ അനേക ക്രിസ്തീയ വിശ്വാസികൾ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കേഞ്ചൂർ ഡിസ്ട്രിക്റ്റിൽ ഡോക്ടർ ഗ്രഹാൻ സെയിൻസിനെ മക്കളെ ചുട്ടുകരിച്ച ആ ജില്ലയിൽ അതിശക്തമായ പീഡനമാണ് ഈ ദിവസങ്ങളിൽ സഭകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അനന്തപൂർ ബ്ലോക്കിൽ അസ്തപുര എന്ന് പറയുന്ന വില്ലേജിൽ അവിടെയുള്ള ക്രിസ്തീയ സഭയിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച അതിദാരുണമായി 3 വിശ്വാസികൾ കൊല്ലപ്പെടുവാനിടയായി തീർന്നു. കഴിഞ്ഞ 6 മാസമായി ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ കടന്നു വരികയും ക്രിസ്ത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതായ 3
പേർ അവരുടെ ജീവിതം വളരെ ദാരുണമായിട്ട് കൊല്ലപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ ജീവിതത്തിൽ അവർ വിശ്വാസത്തിൽ വന്ന നാൾ മുതൽ അവർക്കെതിരെ അവരുടെ സഹോദരങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പാർക്കുന്നിടത്തു നിന്ന് അവർ പുറപ്പെട്ടു പോകണമെന്ന് ആജ്ഞാപിക്കുകയും വസ്തുവിൻ്റെ വിഷയങ്ങൾ സംസാരിച്ച് അവരെ ആരാധന കഴിഞ്ഞ് സഭായോഗം കഴിഞ്ഞ് മടങ്ങി അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ആ ജിതേന്ദ്ര സോർ എന്ന് പറയുന്ന പിതാവിനെയും മാലതി സോർ എന്ന് പറയുന്ന മാതാവിനെയും 35-32 വയസ്സ് 14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സസ്മിത സോർ എന്ന് പറയുന്ന മകളെയും 2 സഹോദരങ്ങൾ മൂത്തയും ഇളയുമായ 2 സഹോദരങ്ങൾ ചേർന്ന് വളരെ അതിദാരുണമായിട്ട് വെട്ടി മുറിച്ച് കൊല്ലപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ കൂടി ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ക്രിസ്തീയ പീഡനത്തിൽ നിന്നും കർത്താവ് നമ്മളെ സംരക്ഷിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.